ഇമാജിൻ നിങ്ങളൊരു ഡെസേർട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്, 2 ദിവസമായിട്ട് വെള്ളമില്ല, ഭക്ഷണമില്ല. ആൻഡ് ആഫ്റ്റർ 2 days ഒരാൾ വന്നിട്ട് നിങ്ങൾക്കൊരു ചോയ്സ് തരികയാണ്. ഏതർ യു ക്യാൻ ഹാവ് എ ബോട്ടിൽ ഓഫ് വാട്ടർ, അല്ലെങ്കിൽ യു ക്യാൻ ഹാവ് എ ബാഗ് ഫുൾ ഓഫ് ഗോൾഡ്. നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? മെജോറിറ്റി ആളുകളുടെ മനസ്സിൽ വിചാരിച്ച ഒരു ബാഗ് ഫുൾ ഓഫ് ഗോൾഡ് കിട്ടുന്നതല്ലേ നല്ലത് എന്നായിരിക്കും അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിൽ ഏറ്റവും വാല്യുബിൾ എന്നുള്ളത് ഷൈനി ആയിട്ടുള്ള, വളരെ റെയർ ആയിട്ടുള്ള, തൗസൻഡ്സ് ഓഫ് റുപ്പീസ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന ഗോൾഡാണ്. പക്ഷേ ലെറ്റ് മീ ആസ്ക് യു ഫ്യൂ ക്വസ്റ്റ്യൻസ്. ക്യാൻ യു ഡ്രിങ്ക് ഗോൾഡ്? ഇല്ല അല്ലേ? ക്യാൻ ഗോൾഡ് ക്വെഞ്ച് യുവർ തേഴ്സ്റ്റ്? അതും ഇല്ല. ഇനി പോട്ടെ, ക്യാൻ ഗോൾഡ് കീപ് യു അലൈവ്? ഇല്ല അല്ലേ? ബട്ട് വാട്ടർ ക്യാൻ. ഇൻഫാക്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ 60% ഉണ്ടാക്കിയിട്ടുള്ളത് വാട്ടർ കൊണ്ടാണ്. എർത്തിലുള്ള ഏത് ലിവിങ് ബീങ്സിനും, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ, സർവൈവ് ചെയ്യാൻ വാട്ടർ വേണം. നമ്മുടെ എർത്തിലുള്ള എല്ലാ ഗോൾഡ് റിസോഴ്സുകളും നമുക്ക് നഷ്ടപ്പെട്ടാലും നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ വാട്ട് ഇഫ് നമ്മുടെ എർത്തിലുള്ള എല്ലാ വാട്ടർ റിസോഴ്സുകളും സ്കേഴ്സ് ആവുകയാണ് എങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അതുകൊണ്ടാണ് സയൻറ്റിസ്റ്റുകളും എക്കണോമിസ്റ്റുകളും വാട്ടർ ഈസ് മോർ വാല്യുബിൾ, അല്ലെങ്കിൽ വാട്ടർ ഈസ് വെരി വാല്യുബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. ഒരു കോൺസെപ്റ്റ് തന്നെയുണ്ട്, വാട്ടർ ഡയമണ്ട് പാരഡോക്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, വൈ ഡയമണ്ട് ഈസ് മോർ പ്രഷ്യസ് അല്ലെങ്കിൽ വാല്യുബിൾ ദാൻ വാട്ടർ ഈവൻ ദോ വാട്ടർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് എന്നാണ്. അതിൻ്റെ ആൻസറും സിമ്പിളാണ്. കാരണം ഡയമണ്ട് എന്ന് പറയുന്നത് റയർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. പക്ഷേ വാട്ടർ അങ്ങനെയല്ല, വാട്ടർ അബൻഡൻ്റ് ആണ്. പക്ഷേ ഈ അബൻഡൻ്റ് ആയിട്ടുള്ള വാട്ടറിൻ്റെ അവൈലബിലിറ്റി കുറയുവാണ് എങ്കിൽ, അല്ലെങ്കിൽ വാട്ടർ സ്കേഴ്സ് ആവുകയാണ് എങ്കിൽ, വാട്ടറിൻ്റെ വാല്യൂ എന്ത് ചെയ്യാം? ഡ്രമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോദ്യം സിമ്പിളാണ്, ക്യാൻ വാട്ടർ ബിക്കം മോർ വാല്യുബിൾ ദാൻ ഗോൾഡ്? അബ്സല്യൂട്ട്ലി. നമ്മൾ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് പൈസ കൊണ്ട് മാത്രമല്ല, അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടെ നോക്കിയിട്ടാണ്. ഗോൾഡ് ക്യാൻ മേക്ക് യു വെൽത്തി, പക്ഷേ വാട്ടർ ക്യാൻ കീപ് യു അലൈവ്. നമ്മുടെ ലൈനിൽ നമ്മൾ ലൈന് വരച്ച് നോക്കുന്ന സമയത്ത് സർവൈവലാണ് നമ്മൾ ലൈനിൽ വെക്കുന്നത് എങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ തൂങ്ങി നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് വാട്ടറിന് തന്നെയാണ്. സോ അടുത്ത തവണ ഒരു ടാപ്പ് തുറന്ന് വാട്ടർ വേസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലാതെ മറ്റെന്തെങ്കിലും ഫോമിൽ വാട്ടർ വേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ഓർമ്മിക്കണം, നമ്മുടെ ലൈഫിലെ എല്ലാ വാല്യുബിൾ ഒബ്ജക്ട്സും ഗോൾഡിനെ പോലെ ഷൈൻ ചെയ്യണം എന്നില്ല. ചില സാധനങ്ങൾ വാട്ടറിനെ പോലെ ഫ്ലോ ചെയ്യുന്നതായിരിക്കും.